സ്വപ്നങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ഒരു ഗ്രാമം. മേഘങ്ങൾക്ക് മുകളിൽ ഉയർന്നു നിൽക്കുന്ന ജാപ്പനീസ് ആൽപ്സ് മരനിരകൾ, അതിൻ്റെ ഹൃദയത്തിൽ പച്ചപ്പും പർവ്വതങ്ങളും ശാന്തതയും നിറഞ്ഞൊരു ഗ്രാമം. അതാണ് ഹക്കുബ. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഹക്കുബയിലെ ഒരു ഹോട്ട് എയർ ബലൂൺ എക്സ്പീരിയൻസ് കാണാം. എന്നെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് വെച്ച് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു ഐറ്റം ആയിരുന്നു ഇത്. നമ്മൾ 20 പേരടങ്ങുന്ന ഒരു സംഘമാണ് ഈ ഒരു ഹോട്ട് എയർ ബലൂൺ എക്സ്പീരിയൻസ് ചെയ്യാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു ഹോട്ട് എയർ ബലൂൺ റൈഡ് പല സ്ഥലങ്ങളിലും ഫേമസ് ആണ്. പക്ഷെ ഇവിടെ അതിനെ ഒരു സ്പെഷ്യൽ ആക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൗണ്ടെയിൻ, വാലി, ജാപ്പനീസ് കൺട്രി സൈഡ് എല്ലാം കൂടി വരുമ്പോൾ ഒരു പ്രത്യേക എഫക്റ്റാണ് അതിന്. ഇവിടെ മെയിനായിട്ട് 3 ഹോട്ട് എയർ ബലൂൺസ് ആണ് കാണാനായിട്ട് പറ്റുക. ഇത് നമ്മൾ പ്രീ ബുക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഒരാൾക്ക് ഏകദേശം 3000 യെന്നാണ് വരിക. ചെറിയ കുട്ടികൾക്ക് 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊക്കെ 100 യെന്നാണ് എടുക്കുന്നത്. ഫുള്ള് പച്ചപ്പ് നിറഞ്ഞതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ബലൂണൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കളർഫുൾ ആയിട്ടുള്ള ബലൂൺസ് ആയിരുന്നു. നമ്മളിവിടെ ഏകദേശം ഒരു 5:45-6 മണി ആ ഒരു ടൈമിൽ എത്തിയിട്ടുണ്ട് പുലർച്ചെ. കാരണം ഇവിടെ ഈ ഒരു ഹോട്ട് എയർ ബലൂൺ റൈഡ് ഒരു 5:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ഈ സൺറൈസിൻ്റെ സമയത്താണല്ലോ ആകാശം ഏറ്റവും തെളിഞ്ഞു മനോഹരമായിട്ട് കാണാം. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ അവർ നമുക്കൊരു ഫോമൊക്കെ തന്നു. ആ ഫോമിൽ നമ്മളുടെ പേരും നമ്മൾ എത്ര പേരുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തു. അവിടെ ഒരാൾ ഈ ലിസ്റ്റ് നോക്കിയിട്ട് പേര് വിളിക്കും. ആ പേര് വിളിക്കുന്ന അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഹോട്ട് എയർ ബലൂണിലേക്ക് കയറ്റുന്നത്. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ജപ്പാനിൽ കുട്ടികളെക്കാൾ കൂടുതൽ പട്ടികളാണ് ഉള്ളതെന്ന്. ഇത് കണ്ടപ്പോൾ എനിക്കിത് പറയാൻ തോന്നി. പക്ഷെ അതുപോലെ തന്നെ കെയർ ചെയ്തിട്ടാണ് ഈ പട്ടിക്കുഞ്ഞുങ്ങളെ നോക്കുന്നത്. കുറേ പേരിങ്ങനെ പട്ടിക്കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഹോട്ട് എയർ ബലൂണിൽ മാക്സിമം 9 to 10 ആൾക്കാരെയാണ് കയറ്റാനായിട്ട് പറ്റുള്ളൂ. സോ നമ്മൾ 2 ടീമായിട്ട് 2 ഹോട്ട് എയർ ബലൂൺസിലാണ് നമ്മൾ കയറിയത്. ഇതിങ്ങനെ പൊങ്ങിപ്പോകുന്നത് കാണാൻ എന്ത് ഭംഗിയല്ലേ, നല്ല രസമുണ്ട്. അങ്ങനെ നമ്മുടെ ഉഴായി നമ്മുടെ പേര് വിളിച്ചു. അപ്പൊ നമ്മൾ ഇനി കയറാൻ പോവാണ്. നമ്മളതിൽ കയറുന്നതിന് മുമ്പ് നമുക്ക് അതിൽ എങ്ങനെയാണ് കയറേണ്ടത്, അതിൽ എങ്ങനെയാണ് നിൽക്കേണ്ടത്, അങ്ങനെ കുറേ ഇൻസ്ട്രക്ഷൻസ് പറയാനായിട്ട് ഒരാൾ അവിടെ ഉണ്ടായിരിക്കും. നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ കയറുന്നതിന് മുമ്പ് അവർ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു തരും. ആ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം പിടികിട്ടിയത്. ലൈറ്റ് കളർ ഡ്രസ്സ് ഇട്ട ആൾക്കാർക്ക് ചെറുതായിട്ടൊരു പണി കിട്ടിയായിരുന്നു. ഇവിടെ ഈ ബർണർ കത്തുമ്പോൾ അതിൽ നിന്നുള്ള ഓയിൽ ചെറുതായിട്ട് ലീക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ലൈറ്റ് കളേഴ്സ് ഡ്രസ്സ് ഇട്ടവർക്ക് ചെറുതായിട്ട് ചിലർക്കൊക്കെ പണി കിട്ടിയായിരുന്നു. അങ്ങനെ ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിക്കണം ഈ ഒരു ഹോട്ട് എയറിൽ കയറുന്ന സമയത്ത്. ആ ബർണറുടെ നേരെ താഴെ നിൽക്കുന്ന ആൾക്ക് ഇപ്പോൾ ലൈറ്റ് കളർ ഡ്രസ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു ടവലൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിരുന്നു. പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ശബ്ദം ഉണ്ടായിരിക്കും. ആ ശബ്ദം കേട്ടോടുകൂടി എഴുതാൻ കരച്ചില്ലായിരുന്നു. എന്തായാലും നമ്മളൊരു ടീം പോവാണ്. എന്തായാലും ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ലൈഫ് ടൈം മെമ്മറിയാണ്. ഇത് എക്സ്പീരിയൻസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും എന്നെങ്കിലും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.